ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ഏട്ടമീൻ തലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടാക്കുക. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ കറിക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ആ നാടൻ രുചി ശരിക്കും കിട്ടുന്നത് കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉലുവ അധികം കരിയാൻ പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 15 അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം ഒരു 5 മിനിറ്റോളം നമുക്കിങ്ങനെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. നല്ല ഗോൾഡൻ നിറമാകുന്നത് വരെ ഉള്ളി വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഉള്ളി ഏകദേശം ഗോൾഡൻ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ച് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്ത് വരണം. ഇനി ഇതിലേക്ക് 5 ചെറിയ സൈസിലുള്ള കൊടംപുളി ചേർത്ത് കൊടുക്കാം. കൊടംപുളി ഇങ്ങനെ ചേർത്തും കൊടുക്കാം, അല്ലാതെ നമുക്ക് കൊടംപുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് കൊടംപുളി നേരെ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഏട്ടമീൻ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കറി നമുക്ക് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇനി ഏകദേശം നമ്മുടെ ഈ വെള്ളം നല്ല പോലെ വറ്റി വരേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറി ഒരു 10 മിനിറ്റോളം തിളപ്പിച്ച് വെള്ളമെല്ലാം വറ്റി പുളിയെല്ലാം മീനിൽ പിടിച്ച് നല്ല കുറുകി നല്ല ചാറുള്ള മീൻകറിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കും കപ്പക്കും ചോറിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മീൻകറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരാം കേട്ടോ. താങ്ക് യു.